യേശുവിൽ സ്നേഹം നിറഞ്ഞ ലൂമിനിസ് റേഡിയോയിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പിശാചിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച ഈശോയോട് ചേർന്നിരുന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലെ വേദനകൾ, സഹനങ്ങൾ, ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വേദനകളും സഹനങ്ങളും എല്ലാം കൃപകളാക്കി മാറ്റുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്കും ശ്രമിക്കാം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. വിശുദ്ധരായി നാം ഓരോരുത്തരും തീരുവാൻ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആത്മാവും ശരീരവും വിശുദ്ധമാകണം. നമ്മുടെ കൂദാശ സ്വീകരണങ്ങൾ വിശുദ്ധിയോടെ ആയിരിക്കണം. നമുക്കറിയാം, പരിശുദ്ധ കുർബാന വിശുദ്ധമായ കൂദാശയാണ്. കുമ്പസാരിച്ച് പാപക്കറകൾ കഴുകി ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ നാം വിശുദ്ധരായി മാറും. പുണ്യാത്മാക്കളുടെ ജീവിതം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കൂടെ കൂടെ കുമ്പസാരിച്ച് പുണ്യപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചത്. ഒരു ആത്മീയ മനുഷ്യന്റെ ആയുധമാണ് വിശുദ്ധി. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 12:14. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് അപ്പസ്തോലൻ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ് എന്ന് വചനം പറയുന്നു. ഈശോയുടെ ജനന സമയത്ത് ജ്ഞാനികളും ആട്ടിടയന്മാരും ഉണ്ണീശോയെ ദർശിച്ചത് അവരുടെ ഹൃദയ പരിശുദ്ധി മൂലമാണ്. അതേസമയം ഹെറോദോസിന് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈശോയെ കാണുവാൻ സാധിച്ചില്ല. കാരണം യേശുവിനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം ഈശോയെ അന്വേഷിച്ചത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കും വിശുദ്ധിയോടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയുടെ വഴിയെ നടക്കാം. 1 കൊറിന്തോസ് 3-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് എന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? വചനം പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ ആലയമാണ് എന്ന്. ആ ആലയത്തിൽ ദൈവാത്മാവ്, അതായത് ദൈവ സാന്നിധ്യം കുടികൊള്ളുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തെ, ചിന്തകളെ, വികാരങ്ങളെയൊക്കെ നാം എത്ര വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് നാം ചിന്തിക്കണം. മദ്യപാനം, പുകവലി, മറ്റ് ലഹരികളുടെ ഉപയോഗം, കൂടാതെ നാവിന്റെ ദുരുപയോഗം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെയും ചിന്തകളിലൂടെയും മോശമായ കാഴ്ചകൾ, കേൾവി, ഇവയൊക്കെ മൂലം നമ്മുടെ ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വചനത്തിലൂടെ നാം വായിക്കുന്നു, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. പഴയ നിയമത്തിൽ മോശ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പിടർപ്പിനെ സമീപിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, അടുത്ത് വരരുത്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതെ, ദൈവ സാന്നിധ്യമുള്ള ദേവാലയമാണെങ്കിലും നമ്മൾ തന്നെയാണെങ്കിലും എപ്പോഴും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ നാം വിശുദ്ധരായി മാറുന്നു. നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അവിടുത്തെ മക്കളായ നമ്മളും വിശുദ്ധരായി കടന്നു ചെല്ലണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളിലെല്ലാം നാം കാണുക, ശരീരം വിശുദ്ധി തന്നെയാണ്. അതിനാൽ വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോട് ചെയ്ത് വിശുദ്ധരായി തീരാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.